സ്ത്രീകൾക്കെല്ലാം ഭയങ്കര ഈസി ആണെന്നും അവർ ഭയങ്കര പ്രിവിലേജ്ഡ് ആണെന്നുള്ളൊരു തെറ്റിദ്ധാരണ ആളുകൾക്കിടയിലുണ്ട്. ഒരു പ്രായം വരെ അവരെ കെയർ ചെയ്യുന്നുണ്ടാവുക അവരുടെ ഫാദർ ആയിരിക്കും, പിന്നീട് അത് ഹസ്ബൻഡ് ആയിരിക്കും, കുറച്ചു കാലം കഴിയുമ്പോൾ അത് മക്കളായിരിക്കും. ശരിക്കും ഈ ടേക്കിംഗ് കെയർ ഓഫ് എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റുകളും പഠിപ്പിക്കുന്ന പോലെയാണ്. എങ്ങനെ സംസാരിക്കണം, എങ്ങനെ ബിഹേവ് ചെയ്യണം, പലപ്പോഴും സ്ത്രീകൾക്ക് സ്വപ്നം കാണാൻ വരെ ലിമിറ്റേഷൻസ് ഉണ്ട്. ഇനി സപ്പോസ് ഒരു സ്ത്രീ ഈ ബാരിയേഴ്സ് ഒക്കെ ബ്രേക്ക് ചെയ്ത് സ്വന്തം കരിയറിലൊന്ന് ഫോക്കസ് ചെയ്താൽ അഹങ്കാരിയാണ്, വാശിക്കാരിയാണ്, ഓവർ അംബീഷ്യസ് ആണ്, സ്നേഹമില്ലാത്തവളാണ്, കുട്ടികളെ നോക്കാത്തൊരു അമ്മയാണ്, ഇങ്ങനത്തെ ഒരുപാട് ടാഗുകളാണ് അവർക്ക് കിട്ടുന്നത്. ഇത്രയൊക്കെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്ത് സ്വന്തം കരിയറിൽ ഒരു സക്സസ് അവർ കണ്ടെത്തി കഴിഞ്ഞാലും ചിലരുടെയെങ്കിലും ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത് അവർക്ക് ഒരു രീതിയിലുള്ള അപ്രീസിയേഷനും അവരുടെ ഈ സക്സസിന് കിട്ടിയിട്ടുണ്ടാവില്ല. പകരം വേഴ്സ്റ്റ് ലെവൽ ഓഫ് ക്രിറ്റിസിസംസ് ആയിരിക്കും അവർ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവുക. ആ സമയത്ത് അവർക്ക് ഉണ്ടാവുന്ന ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഞാൻ ഈ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ. ഭയങ്കരമായിട്ടുള്ളൊരു ഐസൊലേറ്റഡ് ഫീലിംഗ് ആണ് അവർക്ക് വരുന്നുണ്ടാവുക. കാരണം അവർ ഈ ചൂസ് ചെയ്ത പാത്തിൽ അവർ ഒറ്റയ്ക്കാണ് സഞ്ചരിക്കുന്നത്, വിത്തൗട്ട് എനി അപ്രൂവൽ ഓർ സപ്പോർട്ട്. നമ്മുടെയൊക്കെ സൊസൈറ്റിയിൽ എത്രയോ പൊട്ടൻഷ്യൽ ഉള്ള സ്ത്രീകളുണ്ട്. പക്ഷേ വിമൻ ഷുഡ് ബി ടേക്കൺ കെയർ ഓഫ് എന്നതിൻ്റെ പേരിൽ പലപ്പോഴും പലരും സ്വപ്നങ്ങൾക്ക് ലിമിറ്റേഷൻസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുകയാണ്.